ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല സാഹചര്യങ്ങളിലായി പലരെയും കാണാനില്ല എന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എങ്ങോട്ടാണ് പോയത്? അവരെ എവിടെയെങ്കിലും കണ്ടെത്തിയതായിട്ടോ മരിച്ചതായിട്ടോ നാട് വിട്ട് പോയതായിട്ടോ ഒന്നും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാത്ത ലക്ഷക്കണക്കിന് തിരോധാനങ്ങൾ നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽപ്പുണ്ട് തെളിവായിട്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഒരു കാണാതാകൽ തിരോധാനം നമ്മൾ കണ്ടതാണ്. അടുത്ത വീട്ടിലാണ് ആ പെൺകുട്ടി താമസിച്ചിരുന്നത് 10 വർഷം. സജിത കാണാതാകുമ്പോൾ അതിൻ്റെ പേര് സജിത, പൊട്ടുതൊട്ട പട്ടുപാവാടയൊക്കെ ഇട്ട ഒരു പെൺകുട്ടി. 10 വർഷം കഴിഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും കണ്ടെടുക്കുമ്പോൾ സാജിത തട്ടമുണ്ട്. കാരണം കൊണ്ടുപോയ വീട്ടിനകത്ത് 10 വർഷം താമസിപ്പിച്ചത് കാക്കാന. അതുകൊണ്ട് ആ പെൺകുട്ടി സാജിതയായി മാറി. അസ്ഥികൂടം പോലെ എല്ലും തൊലിയുമായി 10 വർഷം തൊട്ടടുത്ത വീട്ടിൽ. അടുത്ത വീട്ടിൽ ഈ പെൺകുട്ടിയെ കാണാതെ മാതാപിതാക്കൾ നെട്ടോട്ടം ഓടുക. പോലീസ് വരുന്നു, അന്വേഷിക്കുന്നു. എവിടെ ഒരു ആളനക്കം കേട്ടാലും എൻ്റെ മോളാണോ എന്ന് ആ മാതാപിതാക്കൾ നോക്കുന്നു. ആ മാതാപിതാക്കളുടെ വേദനയേക്കാൾ കാമുകനോടുള്ള പ്രണയത്തിനായിരുന്നു ആ പെൺകുട്ടിക്ക് പ്രാധാന്യം. നാട് വിട്ടു പോകുന്ന കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ലല്ലോ. മാതാപിതാക്കൾ എത്ര കണ്ട് നമ്മളെ കാണാനില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്നു എന്ന് കാണുന്നില്ല എന്ന് വിചാരിക്കാം. തൊട്ടടുത്ത വീട്ടിൽ അകത്ത് ഒരു മുറിക്കകത്ത് പൂട്ടിക്കിടക്കുക. ആ വീട്ടിനകത്തുള്ള മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് കള്ളക്കഥ പറഞ്ഞ് പരത്തിയത് 10 വർഷമായിട്ട്. ആ വീട്ടിനകത്ത് സാധാരണക്കാരൻ്റെ ഒരു വീടാ, സാധാരണ വീടാ, വാർക്ക വീടുമല്ല. അവിടെ ഒരു മുറി അങ്ങനെ അങ്ങ് ഒതുക്കിയിടാനും വേണ്ടിയിട്ടുണ്ടോ? ഒരിക്കലും ആ മുറി ആരും അടിച്ചു വാരിയിട്ടില്ല. ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരു മെയിൻ്റനൻസും വേണ്ടി വന്നിട്ടില്ല. പുറത്തുള്ള ബാത്റൂമിൽ ഈ പെൺകുട്ടി കുളിക്കാനും നനയ്ക്കാനും ബാത്റൂമിൽ പോകുമ്പോഴും ഒന്നും ആരും കണ്ടിട്ടില്ല. പെൺകുട്ടി പീരിയഡ്സ് ആയിട്ടില്ല. എന്തു ഈ പറയുന്നത്? ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഈ പെൺകുട്ടി ഈ മുറി വിട്ട് പുറത്ത് വന്നിട്ടുമില്ല. ഇത്രയൊക്കെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ അതും കൂടെ വിശ്വസിച്ചിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു സിനിമ കണ്ടിരുന്നു. ഒരു ഡബ്ബഡ് മൂവിയാണ്, അശ്വത്ഥാമ അങ്ങനെ കണ്ടൊരു സിനിമ. ഒരു ഡബ്ബഡ് മലയാളം മൂവി നടിച്ചപ്പോൾ കിട്ടിയതാ, ചുമ്മാ ഒന്ന് കണ്ടതാ. നോക്കിയപ്പോൾ ഞാൻ ഇന്ന് കണ്ട ഒരു വാർത്തയുമായിട്ട് ആ സിനിമയ്ക്ക് നല്ല ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരിക്കലും പ്രായമാകാതിരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ കണ്ടുപിടിക്കുന്നതാണ്. അനിയനാണ് ഡോക്ടർ. അതിനകത്തേക്ക് കയറുമ്പോൾ വലിയൊരു കൊട്ടാരം പോലെ ഒരു തകർന്നടിഞ്ഞ ഒരു പൊളിഞ്ഞ വീടാണ്. വർഷങ്ങളോളം പഴക്കമുണ്ട്. അതിനകത്തൊരുപാട് മനുഷ്യന്മാരുടെ ഇതുവരെ കാണാതായിട്ടുള്ള കുട്ടികളുടെയൊക്കെ അസ്ഥികൂടങ്ങളൊക്കെ ഒതുങ്ങി കിടക്കുന്നത് പോലെ. അപ്പോൾ എനിക്ക് തോന്നി ചില സിനിമകൾ വരുന്നത് ചില ആളുകളുടെ മനസ്സിൽ അതുപോലെയുള്ള ഐഡിയാസ് വരുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ, കഥകൾ ഇങ്ങനെ വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അതിനകത്ത് കുറച്ചും കൂടിയൊക്കെ ഇവരുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്. എല്ലാം കൂടിയാണ് ഒരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിൽ രൂപാന്തരപ്പെടുന്നത്. ഇന്ന് ചോറ്റാനിക്കരയിൽ നിന്ന് വന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ? 20 വർഷമായിട്ട് പൂട്ടിക്കിടന്ന വീട്, അതിനകത്താണ് ഫ്രിഡ്ജിനകത്ത് മനുഷ്യൻ്റെ തലയോട്ടികൾ അസ്ഥികൂടങ്ങളും ഒക്കെ കണ്ടുപിടിച്ചു. ഏതോ കാലത്ത് കാണാതായ മനുഷ്യന്മാരെ കൊണ്ടുപോയതാ, പിടിച്ചുകൊണ്ടുപോയി കൊന്ന് പഠിക്കുക. ഫ്രിഡ്ജിനകത്ത് കവറിനകത്താക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും ഒക്കെ കണ്ടെത്തുന്നത്. 20 വർഷമായി അടഞ്ഞു കിടക്കുന്ന കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ വീട്. ആ വീട്ടിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തുന്നു. കൊലപാതകം നടത്തിയ ശേഷം ശരീരഭാഗങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചതാണോ എന്നാണ് പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് പോലീസ് എത്തിയത്? എങ്ങനെയാണ് ഇത് വാർത്തയിൽ ഇടം പിടിക്കുന്നത്? എങ്ങനെയാണ് സംശയാസ്പദമായിട്ടൊരു സാഹചര്യം ഉണ്ടായത് എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ചോറ്റാനിക്കര എരുവേലി പോലീസാണ് കേസെടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ചോറ്റാനിക്കര എരുവേലി പാലസ് സ്ക്വയറിന് സമീപത്ത് 12 ഏക്കറാണ് ഈ പറമ്പ്. ഇതിനകത്ത് 20 വർഷമായി ആള് താമസമില്ലാത്ത ഒരു വീട്. ആ വീട്ടിനകത്തൊരു ഫ്രിഡ്ജ്, അതിനകത്ത് കവറുകളിലാണ് മനുഷ്യൻ്റെ അസ്ഥികളും തലയോട്ടികളും ഒക്കെ കണ്ടെത്തിയത്. കൊച്ചിയിൽ താമസിക്കുന്ന മംഗലശ്ശേരി ഫിലിപ്പ് ജോണിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട്. ഡോക്ടറായ ഇയാള് വർഷങ്ങളായി കൊച്ചിയിലാണ് താമസം. ചോറ്റാനിക്കരയിലെ വീട് 20 വർഷമായി പൂട്ടിക്കിടക്കുകയാണ്. 14 ഏക്കറിന് നടുവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 12 എന്ന് പറയുന്നു, 14 എന്ന് പറയുന്നു, ശരി. മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് അസ്ഥികൾ സൂക്ഷിച്ചിരുന്നത്. നട്ടെല്ലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലായിരുന്നു ഫ്രിഡ്ജിനകത്ത് കണ്ടെത്തിയത്.
മനുഷ്യന്റെ തലയോട്ടിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തലയോട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. വാരിയെല്ലുകൾ പ്രത്യേകം കവറിലും കൈകാലുകളിലെ വിരലുകൾ മറ്റൊരു കവറിലുമാക്കിയ നിലയിലാണ് സൂക്ഷിച്ചിരുന്നത്. കാൽമുട്ടിലെ ചിരട്ടകൾ പൊടിഞ്ഞു പോയ നിലയിലായിരുന്നു. വീട്ടിൽ വൈദ്യുതി കണക്ഷനോ ഫ്രിഡ്ജിൽ കംപ്രസറോ ഉണ്ടായിരുന്നില്ല. ഏകദേശം 20 വർഷത്തോളമായി ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. 15 വർഷം മുമ്പ് വരെ സ്ഥലത്തെത്തി പരിശോധിക്കുമായിരുന്നു. പിന്നീട് തിരക്കായപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരാതെയായി. ഇതോടെ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ കുത്തകയായി മാറിയ സ്ഥലം. ശല്യം സഹിക്കവയ്യാതെ നാട്ടുകാർ ചേർന്ന് പരാതിപ്പെടുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് പോലീസ് വീട്ടിനകത്ത് പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തിയത്. തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നതുൾപ്പെടെ കൃത്യമായിട്ടുള്ള വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ചോറ്റാനിക്കര SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണ് വീട്ടിനുള്ളിലെ ഫ്രിഡ്ജിൽ തലയോട്ടി കൊണ്ടുവച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. സ്ഥലം പോലീസ് സീല് ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തും. വീട്ടുടമയായ ഡോക്ടറെയും പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 14 ഏക്കറിനകത്തുള്ള വീട്ടിൽ എത്ര വർഷമായി ഈ തലയൂട്ടി സൂക്ഷിക്കപ്പെട്ടിട്ട്. തന്നെയുമല്ല, കറണ്ടില്ലാത്ത വീട്, ഫ്രിഡ്ജിൽ കംപ്രസർ ഇല്ല എന്നാ പറഞ്ഞു. ഇനിയിപ്പം ഫ്രിഡ്ജ് വർക്കിംഗ് ആണോ എന്നറിയില്ല. മനുഷ്യന്മാർ നമ്മൾ ചില സൈക്കോ മൂവികളിൽ മാത്രമാണ് ഇത്തരം രീതികളൊക്കെ കണ്ടിട്ടുള്ളത്. നരഭോജികളൊക്കെ മനുഷ്യനെ കൊണ്ടുപോയി തിന്നുന്നതും മറ്റുമൊക്കെ. പഠിക്കുന്നതിന് വേണ്ടിയാണോ ഇത് ചെയ്തത്? ഇതാ ഏതു മനുഷ്യൻ്റെതായിരിക്കും. എത്ര തിരോധാനങ്ങളാണ് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കാണാതായതിൽ ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കുമോ? എങ്ങനെയാണ് മനുഷ്യന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്? നമ്മുടെ മക്കളെ ഒന്ന് അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ പോലും അന്നത്തെ ദിവസം പോയി കിട്ടും മനസ്സിന് വിഷമമായിട്ട്. കാരണം ഈ മക്കൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് സ്നേഹവും വാത്സല്യവും കെയറിങ്ങും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ ഞാൻ പിന്നെ അടിക്കാറില്ല. വഴക്ക് പറയുമ്പോഴേക്ക് അവരുടെ മുഖം ഒരുമാതിരി വിഷമത്തിലാകും, കണ്ണൊക്കെ നിറയും. അന്നത്തെ ദിവസം എൻ്റെ ഇത് പോകും. കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ് മക്കളെ വഴക്ക് പറയാറുണ്ട്. പക്ഷെ വഴക്ക് പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഇവരുടെയൊക്കെ ഭാവവും ഒക്കെ കാണുമ്പം നല്ല വിഷമവും പ്രയാസവുമാണ്. കാരണം എന്താണ്, നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് അവർ നമ്മളെ തിരിച്ചടിക്കില്ല എന്ന ഉറപ്പിന്മേലാണല്ലോ അവരെ നമ്മൾ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്വന്തം വേദന പോലെ തന്നെയാണ് സഹജീവിയുടെ വേദനയെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ മനുഷ്യനെ പീസാക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധിക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ. നാളെ നമ്മൾ നേരം വെളുപ്പിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത വെറും ഒരു ദുർബലമായ ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ചിലർ വിചാരിക്കുകയാണ് ഞാൻ ഇത്ര കൊല്ലം ഈ ലോകം ഇങ്ങനെ അധിപനായിട്ട് അടക്കി ഭരിച്ച് ഇങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുവാണ്. അതായത് ഇന്ന് കണ്ട മനുഷ്യനെ നാളെ കാണുന്നില്ല. എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത രൂപത്തിൽ ഇക്കായ്ക്കൊരു ഉറ്റ കൂട്ടുകാരനുണ്ടായിരുന്നു. നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. മലേഷ്യയിൽ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. എങ്ങനെയാണ് മരിച്ചത് എന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല. മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നു കബറടക്കി. നല്ല ആരോഗ്യമുള്ള, ആര് വന്നാലും എതിർക്കാനും 2 എണ്ണം കിട്ടിയാൽ 4 എണ്ണം തിരിച്ചു കൊടുക്കാനും കപ്പാസിറ്റിയുള്ള, ഇടക്കഴിവും മികവും തെളിയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. വളരെ പെട്ടെന്ന് ഷോക്കായി എല്ലാവർക്കും. നാടും നാട്ടുകാരും വീട്ടുകാരും മൊത്തം ഷോക്ക്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. എപ്പോഴാണ് നമ്മുടെ ജീവിതം അസ്തമിക്കുന്നത് എന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നതാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇന്നലെ കഴിഞ്ഞു പോയി, നാളെ വരുമോ ഇല്ലേ, നമ്മൾ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. കിട്ടുന്ന അത്രയും നാൾ ആ ജീവിതത്തിൽ നിന്നും എത്രമാത്രം സന്തോഷം ഊറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും ഊറ്റിയെടുത്ത് ഇന്ന് ജീവിക്കുക എന്നതാണ് പ്രധാനം.